എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര ഹോൾസ് ക്യാപ്പിലേക്കാണ്. ഓസ്ട്രേലിയയിലെ ഹോൾസ് ക്യാപ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൂ കാണാനായിട്ടാണ് ഇന്നത്തെ യാത്ര. ഇവിടുത്തെ പ്രത്യേകതയാണ് രാവിലെയുള്ള സമയത്തെ യാത്രയിലും അതുപോലെ തന്നെ സന്ധ്യ വൈകുന്ന നേരത്തുള്ള യാത്രയിലും നമുക്ക് ഒട്ടനവധി ക്യാങ്കറുകളെ ഇങ്ങനെ ചാടിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾക്കും അത് കാണാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ നമ്മൾക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ യാത്രയുടെ ഏകദേശം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ മലയുടെ സൈഡിലായിട്ടാണ്. ആ മലയാണ് ഗ്രാമ്പിയൻസ് മലയാണ്. അങ്ങോട്ടാണ് നമ്മളുടെ യാത്ര. അങ്ങോട്ടുള്ള വഴിയും അതുപോലെ സ്ഥലവും വളരെ അടിപൊളിയാണ്. നമ്മൾ വണ്ടർലായിലൊക്കെ കാണുന്ന പോലെ ഏകദേശം റോളർ കോസ്റ്റർ ആയിട്ടുള്ള റോഡുകളാണ് നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കയറ്റവും ഇറക്കമായിട്ടുള്ളത്. എന്നാലും അവിടെ സൈൻ ബോർഡുകളും എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ കിലോമീറ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ വേനൽക്കാലം കഴിഞ്ഞ് ഏകദേശം നമ്മൾ തണുപ്പിലേക്ക് സീസൺ ചേഞ്ച് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും വേനൽക്കാലത്തിന് ശേഷമുള്ള ഒരു ഉണക്കും അതുപോലെ തന്നെ ഒരു പച്ചപ്പ് മങ്ങിയ ഒരു അന്തരീക്ഷം പോലെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ എല്ലാം മാറി തണുപ്പ് വരുമ്പോഴത്തേക്ക് എല്ലാ ഹരിതാപവും പച്ചപ്പും മഴയും ഒക്കെ കിട്ടി അടിപൊളിയായിരിക്കും. അങ്ങനെ ഏകദേശത്തെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോൾസ് ക്യാപ്പ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹോൾസ് ക്യാപ്പിലെ മെയിൻ സ്ഥലമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് കയറി പോവുകയാണ്. ഇവിടുന്ന് വീണ്ടും ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരത്താണ് നമ്മളുടെ സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ക്യാമ്പ് ചെയ്യണമെങ്കിൽ ക്യാമ്പർ വാൻ സൈറ്റുകളും അതുപോലെ തന്നെ ഗ്രാമ്പിയൻസ് ഗേറ്റ് വേ അവിടെ അങ്ങനെയുള്ള ഡോർമെട്രി പോലുള്ള സംവിധാനങ്ങളും മറ്റു ഒട്ടനവധി സംവിധാനങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ട്. നമ്മൾക്കതെല്ലാം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയയിൽ ബൈ റോഡായിട്ട് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാ ചെറിയ ചെറിയ സിറ്റിയിലും ടൗൺസിലും എല്ലാം നമ്മൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ സൂവിൻ്റെ കവാടം കയറി അകത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ കാണാനായിട്ട് സാധിക്കും ഒട്ടനവധി മയിലുകൾ ഇവിടെ തലങ്ങും വിലങ്ങും ഓടുന്നതാണ്. ഞങ്ങൾ ആദ്യം പരിഭ്രമിച്ചു പോയി ഈ മയിലുകളെല്ലാം നമ്മുടെ പുറകിൽ എങ്ങോട്ടാണെന്ന്. അപ്പോൾ നമ്മൾ മുൻപിൽ 2-3 വണ്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതായത് ഇവിടെ വരുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഫീഡ് കിട്ടിയാൽ അത് വാങ്ങി കഴിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് അവർ. നമ്മുടെ നാട്ടിലെയൊക്കെ സൂവിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ. ഇവിടുത്തെ സൂവിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. ജസ്റ്റ് മുന്നിൽ കാറെല്ലാം പാർക്ക് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് നേരെ അകത്ത് വന്നു, ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾക്ക് സൂവിൻ്റെ ഒരു ടൂർ പാക്കേജ് ഗൈഡ് പോലെയുള്ളൊരു മാപ്പ് നമ്മൾ കയ്യിൽ തരും. അത് നോക്കി നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യമേ ഇവിടുത്തെ ചെക്കന്മാരൊക്കെ പൊളിയാണ് കേട്ടോ. ക്രൊക്കഡൈലിനെ കണ്ട് ക്യാൻ യു കം ഔട്ട് സൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കാരണമാണ് നിങ്ങൾ കേട്ടേക്കുന്നത്. കാരണം അവർക്ക് കൂട്ടിലിട്ടേക്കുന്ന ക്രൊക്കഡൈലിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ മൃഗങ്ങളെയും ഓരോന്നായിട്ട് നമ്മൾ കാണാം. ഇതാണ് പിഗ് നോസ്ഡ് ടർട്ടിൽ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ മൂക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ പന്നിയുടേത് പോലെയുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. എല്ലായിടവും തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ എന്തൊക്കെയാണ് കൂട്ടിലുള്ളതെന്നുള്ളതിനെക്കുറിച്ചുള്ള ബോർഡും അതിൻ്റെ വിവരണങ്ങളും ഹാബിറ്റാറ്റും അതിൻ്റെ ഒറിജിനും അതിൻ്റെ വെയിറ്റും എത്ര ലൈഫ് സ്പാനുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതേതെങ്കിലും കുഞ്ഞു മക്കളോ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു പഠിക്കാവുന്നതും കണ്ട് ഗ്രഹിക്കാവുന്നതുമാണ്. അപ്പോൾ ഇടയ്ക്ക് ഓരോന്നിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് വീഡിയോ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സൺക്യൂണിയൂർ തന്നെയാണ്. അതുപോലെ മുമ്പിലത്തെ വീഡിയോയിൽ കണ്ടത് ഡയമണ്ട് ഡോവ്, ഫിഞ്ച്, വീവേഴ്സ് അങ്ങനെ പല ടൈപ്പ് പക്ഷികളെ ഒരു വലിയ കൂട്ടിലിട്ടേക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഏവിയറി സെറ്റപ്പിലാണ് ഇതിട്ടേക്കുന്നത്. അതുപോലെ സൺക്യൂണിയൂറുകളെല്ലാം രാവിലെ ഫീഡിങ് ടൈമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ ഫീഡുകൾ എൻജോയ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്.
അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ഇപ്പം നമ്മൾ കണ്ടതുവരെ എല്ലാം വളരെ ആക്റ്റീവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ട്രെയിനർമാരായിട്ടുള്ളവരും അല്ല ഇവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ ജോലി ചെയ്യുന്ന അവരും വളരെ ഫ്രണ്ട്ലിയും വളരെ കോപ്പറേറ്റീവാണ്. നമ്മൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവരതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും ഈവൻ അവരെ കൂടിൻ്റെ അകത്ത് ക്ലീനിങ്ങിനും ഫീഡിങ്ങിനും ഒക്കെ ആയിട്ട് അകത്തുണ്ടെങ്കിൽ പോലും അവരവിടെ നിന്ന് നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരം സൂയും അതുപോലെ തന്നെ തൃശ്ശൂരിലെ സൂവൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെൻ്റാണ് ഇവരുടെ രീതിയും ബിഹേവിയറും എല്ലാം. ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾക്ക് അവരോടും ഡൗട്ടുകൾ ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് തന്നെ തോന്നും. എന്നാൽ നാട്ടിലെ സൂവിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് വളരെ അറഗൻ്റായിട്ടുള്ള രീതിയിലുള്ള ബിഹേവിയറാണ് നമുക്കവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ കുറ്റം പറയുകയല്ല, പക്ഷേ രണ്ട് നാട്ടിലെയും രണ്ട് കൾച്ചറിനെ കമ്പയർ ചെയ്ത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിലും മറ്റു വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഇഗ്വാനയാണ്, ഗ്രീൻ ഇഗ്വാന. എനിക്ക് തോന്നുന്ന നാട്ടിലുള്ളവർക്കെല്ലാം ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിരിക്കും. നല്ല സൈസാണ് കേട്ടോ. അതുപോലെ നാട്ടിൽ നമ്മൾക്ക് അങ്ങനെ കാണാനായിട്ട് പാലക്കാട് സൈഡിലൊക്കെ കാണാമെന്ന് തോന്നുന്നു, മറ്റ് സൈഡിലേക്കൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ മുമ്പേ കാണിച്ചതുപോലെ മയിലുകൾ ഒരു പേടിയില്ലാതെയാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇതൊക്കെയായിട്ട് ഇവനും അതുപോലെ ആൾ പുലിയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് പൊങ്ങി നോക്കും ആരാണ് അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് എന്നുള്ളത്. ഒരു 3-4 ടീമുകളുണ്ട് കൂടിൻ്റെ അകത്ത്. എല്ലാവരും ഈ സെയിം രീതിയാണ്. അവിടെയും ഇവിടെ ഒളിഞ്ഞും പാത്തു വരുന്ന ഇങ്ങനെ പൊങ്ങി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു മയിൽ കൂടാരത്തിൻ്റെ മേളിൽ കയറിയിരുന്നുകൊണ്ട് ഭംഗി വരുത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ സൂവിൽ അവിടെ ബോൾ വെച്ചേക്കുന്നതനുസരിച്ച് എല്ലാ സാധനങ്ങളും തന്നെ കേജിൻ്റെ അകത്തുണ്ട് കേട്ടോ. പക്ഷേ ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ രീതിയിൽ ക്രമീകരിച്ചേക്കുന്നതുകൊണ്ട് എല്ലാം പള്ളയുടെ ഇടയ്ക്കും കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ മൃഗങ്ങളെയും എല്ലാ പക്ഷികളെയും കൂട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഗ്രേറ്റ് പൈത്തനാണ് കിടക്കുന്നത്. ഇര വിഴുങ്ങിയിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒരു വയറൊക്കെ വീർത്ത് കിടക്കുന്നത്. രാവിലെ തന്നെ ഫീഡ് കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഇവൻ അടിപൊളിയാണ് ആൾ. റെഡ് പാൻഡ. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ കെട്ടിയിരുത്തി അവർ ഫീഡ് ചെയ്യിപ്പിക്കുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരതിൻ്റെ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങൾ ടൈം ചെയ്ത കാര്യങ്ങളും ട്രെയിനിങ് കൊടുക്കുന്നതും അവർ ബിഹേവ് ചെയ്യുന്ന രീതിയും എല്ലാത്തിനെക്കുറിച്ച് അവർ ഇൻ ബിറ്റ്വീൻ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന പിള്ളേർ ബഹളം വെക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ ശാന്തരാവുകയാണെങ്കിൽ അവർ പറയുന്ന ചാറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ഇവരാൾ ഭയങ്കര ട്രിക്കിയാണ് കേട്ടോ. ഇവൾക്ക് നമ്മളിങ്ങനെ അങ്ങനെ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഫുഡ് കയ്യിൽ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ കയ്യെല്ലാം തട്ടുകയും അതുപോലെ തന്നെ അടുത്ത് ഫുഡ് കൊണ്ടുവെക്കാനായിട്ടുള്ള രീതിയിൽ അവർ അഗ്രസീവ് ആവുന്ന പോലെ രീതിയിൽ ഓരോന്ന് കാണിക്കുന്നത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ആ പിള്ളേരെ സമ്മതിക്കണം. അവർ പേടിയില്ലാതെ അവിടെ ഇരിപ്പുണ്ട്. അവരവിടെ കയറി ഇരിക്കുന്നത് കൊണ്ട് അവരുടെ അനിയന്മാരും അനിയത്തിയുമായിട്ടുള്ള പിള്ളേരാണ് നമ്മളെ ചുറ്റും നിന്ന് വഴക്കുണ്ടാക്കുന്നത്. കാരണം ഇവരുമായിട്ടുള്ള ഈ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 13 ഇയർ അല്ലെങ്കിൽ 13+ ആയിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലുള്ള കുഞ്ഞു കുട്ടികളെയാണ് ഇവർ മാറ്റി നിർത്തിയേക്കുന്നത്. അവരാണ് നമ്മുടെ സൈഡിൽ നിന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ ഹാംസ്റ്ററിൻ്റെ കൂട്ടിലേക്കാണ്. ഒരു ചെറിയ കൂടാണെങ്കിൽ പോലും അതിൽ ഒട്ടനവധി ഹാംസ്റ്ററുകളും എനിക്ക് ഫുള്ള് ബ്രീഡിംഗ് പെയറാണെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങളെല്ലാം സൈഡിലൂടെ ഓടി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ഒരു 10-15 പെയർ ബ്രീഡിംഗ് പെയറിനെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന കളറുകളോ പാറ്റേണുകളോ വെച്ച് തിരിച്ചറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. കാരണം ഹാംസ്റ്ററുകളെ കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ നാടൻ കോഴികളും അതുപോലെ പുള്ളിമാനും വെള്ള കളറിലുള്ള ഈ മാൻ്റെ സെക്ഷനിലേക്കാണ്. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ കൗണ്ടറിൽ കയറുമ്പോൾ തന്നെ നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾക്ക് ഫുഡിൻ്റെ പാക്ക് വേണമെന്നുള്ളത് ചോദിക്കും. അങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എത്ര വേണമെങ്കിലും പാക്കറ്റ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. എന്നിട്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാം.
അങ്ങനെ നമ്മളും 2-3 പാക്കറ്റ് ഫീഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ കൊടുക്കുന്ന പോലെ തന്നെ ഞാനും ഓൾറെഡി 4 ഫീഡ് കൊടുത്തു. അത് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. ജസ്റ്റ് കയ്യിൽ കൊടുക്കുന്ന ഒരെണ്ണം മാത്രം ഒരു ക്ലിപ്പ് എടുത്തു. ബാക്കി എല്ലാവരുടെ അടുത്ത് ഇവരിങ്ങനെ ഓടി വരും. ഇവർക്ക് പേടിയോ ഭയമോ ഒന്നുമില്ല. ഇങ്ങനെ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മൾ പോകുന്നത് പല ടൈപ്പുള്ള കുരങ്ങന്മാരുടെ സെക്ഷനിലേക്കാണ്. ബ്ലാക്ക് ക്യാപ്ഡ് കപ്പൂച്ചിൻ എന്ന് പറഞ്ഞ കുരങ്ങിനെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കുരങ്ങുകളാണ്. പല ടൈപ്പിൽ, പല കളറിൽ, പല ഷേപ്പിലും കോലത്തിലുമുള്ള കുരങ്ങുകളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവയെല്ലാം കണ്ടിട്ട് വരാം. നമ്മൾ ചെറുപ്പം തൊട്ട് പല സ്കൂളിൽ നിന്ന് പിക്നിക്കായിട്ടും ടൂറായിട്ട് പോയും അല്ലാതെയൊക്കെ പല സൂകളും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കിവിടെ തോന്നിയത് ഇവിടുത്തെ ആനിമലാണെങ്കിലെല്ലാം അത്ര ഒരു കോപ്പറേറ്റീവാണ്, അല്ലെങ്കിൽ അഗ്രസീവ് ടൈപ്പ് അല്ലെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പല ആനിമലും അഗ്രസീവായിരിക്കും, നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കും, അല്ലെങ്കിൽ അവരത്ര ഫ്രണ്ട്ലി ആയിരിക്കില്ല. പക്ഷേ ഇവിടെയുള്ളതെല്ലാം നമ്മളോട് കോപ്പറേറ്റീവാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ കൂടിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയും ഡാൻസ് കളിക്കുകയും അല്ലെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ട് പോയി അല്ലെ ഫുഡ് കഴിക്കുന്നതായിട്ട് കാണിക്കുക, ഈ റോപ്പിലൂടെ എല്ലാം തൂങ്ങുന്ന അങ്ങനത്തെ ഇച്ചിരിയോടെ അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഈ ആനിമലൊക്കെ ആയാലും പോലും നമ്മളുടെ കൂടിൻ്റെ അടുത്തോട്ട് വരിക, ഒരു ഫുഡും സാധനങ്ങളും എടുത്തുകൊണ്ട് അടുത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിലെ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാം എല്ലാവരും കോർണറിൽ അല്ലെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ട് ബാക്കിലോട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഇരുട്ടുള്ള സൈഡിലോട്ട് പോകും. നമ്മൾക്ക് അവരെ കറക്റ്റായിട്ട് കാണാനായിട്ടൊന്നും പറ്റത്തില്ല. ഇനി നിങ്ങൾ ബോർഡ് കണ്ടതുപോലെ നമ്മുടെ ചീറ്റയുടെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പല ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇനിയും കുറേ 2 സൈഡിലായിട്ട് കേജസിൽ ഇഗ്വാനയും കുറേ ഡ്രാഗണും ലിസാർഡും അതും ഇതും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങ് ദൂരെയായിട്ടാണ് ചീറ്റാനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മളുടെ കൂടെയുള്ള ഗ്രൂപ്പും അല്ല നമ്മുടെ കൂടെയുള്ള വിദേശികൾ, അതായത് ഓസ്ട്രേലിയക്കാരായിട്ടുള്ളവർ, നമ്മളിവിടെ വിദേശികളാണെങ്കിലും ഓസ്ട്രേലിയക്കാരായിട്ടുള്ളവർ അവരുടെ പിള്ളേരെല്ലാം ചീറ്റാനെ കാണാനായിട്ട് വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ്. അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റയാണ്, ചീറ്റയെ കാണണം എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് എല്ലാം കണ്ട് എല്ലാവരും നേരെ ചീറ്റയെ കാണാനായിട്ട് ഓടുകയാണ്. കാരണം അവർക്ക് ഈ കാങ്കരും ഇങ്ങനത്തെ ടൈപ്പ് ഇതിനെയൊക്കെ കണ്ടേക്കുന്നതുകൊണ്ട് അവർക്ക് അത്ര പുതുമയില്ല. പക്ഷേ നമ്മൾക്ക് കാങ്കരും ഇങ്ങനത്തെ സാധനങ്ങളെ കാണുമ്പോൾ നമ്മൾക്ക് പുതുമയാണ്. ഇതെല്ലാം കണ്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാം. പല ടൈപ്പിലുള്ള റിസാർഡും ഡ്രാഗണുകളെല്ലാം ആണുള്ളത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുഞ്ഞതായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിനെല്ലാം അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ചീറ്റയുടെ കൂടിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ എൽക്കെന്ന് പറഞ്ഞ ഈ മൃഗത്തിനെ ഇട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏകദേശം മ്ലാവ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം അതിൻ്റെ ശരീരഘടനയൊക്കെ ആയിട്ട് ഒത്തുവരുന്ന കൂടി സാധനമാണ്. അങ്ങനെ ഒരു 3-4 എണ്ണം ഇവിടെയുണ്ട്. ആ കുളത്തിൽ വെള്ളം കുടിക്കാനും കുളത്തിൽ ചാടിക്കിടക്കാനും അതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നതായിട്ട് 3-4 എണ്ണം അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചീറ്റയുടെ കൂടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. സിംഹമാണ് കാട്ടിലെ രാജാവെന്ന് പറയുന്നതെങ്കിൽ ഇവിടെ ചീറ്റ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചീറ്റയുടെ കൂട് വളരെ വലുതാണ്. അതുപോലെ തന്നെ പുല്ലും അതെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്തൊരു കാടിൻ്റെ പ്രതിവിധി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ചീറ്റ അവിടെ കിടക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ഒരു ചീറ്റയാണോ 2 ചീറ്റയുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പോലും ആ പുല്ല് കാരണം അത്രയും ക്ലിയർ ആവുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു റെയർ സാധനമാണ് കേട്ടോ, ടാസ്മാനിയൻ ഡെവിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കറക്റ്റ് മൊബൈലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത് ഈ ഓട്ടമാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ അല്ല നമ്മുടെ കാരണവന്മാരെ കേട്ടത് പിശാചി കയറിയവൻ ഓടുവാണ്, അല്ല നിൽക്കുകയില്ല, ഇങ്ങനെ ബാധിതനാ, അല്ലെങ്കിൽ എന്നാ പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ പിശാചിനോട് പോകാനായിട്ട് പറഞ്ഞപ്പോൾ പന്നിക്കൂട്ടം എല്ലാം കടലിലോട്ട് ചാടിയെന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിനെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഓട്ടമാണ്. അവൻ ഒരിടത്ത് നിൽക്കുന്നേയില്ല. ഇങ്ങനെ വട്ടം ചാടി ഓടും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും തിരിച്ചോടും മറിഞ്ഞോടും. അതിൻ്റെ കറക്റ്റ് മുമ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വികൃതമായ ഒരു ഷേപ്പാണ്.
അതുപോലെ മക്കാവ് ഒന്നും ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ രാവിലെ ഏകദേശം 10:30 10:30 വെയിൽ വരാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇവിടെ തണുപ്പ് സീസൺ തുടങ്ങുന്നതുകൊണ്ട് രാവിലെ തണുപ്പാണ്. അപ്പോൾ വെയിലായി വരുന്നേ ഉള്ളൂ. വെയിലത്തിരുന്ന് ചിറക് കുത്തിപ്പറിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫെസൻറ്റുകളാണ്. അതിൽ കളറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാലൊക്കെ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ളത് മെയിൽ ഫെസൻറ്റും സൈഡിൽ കാണുന്ന ചെറുതായിട്ടുള്ളത് ഫീമെയിൽ ഫെസൻറ്റുമാണ്. ഇവരൊരു ഹോംലി ഹാബിറ്റാറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ബ്രീഡിംഗ് സീസൺ തീരുന്ന ടൈമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മുട്ടയൊക്കെ ഇട്ട് ബ്രീഡിങ്ങിന് ഇരിക്കുന്ന ടൈം ആവുന്നു എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ചൈനീസ് ഗൂസ്, കൽക്കി ഡക്ക്, അങ്ങനെ എന്താണ് അവർ പേര് പറഞ്ഞത്, അങ്ങനെയുള്ള ഐറ്റംസ്. അതുപോലെ കോക്കറ്റോസ്, നമ്മുടെ പല ടൈപ്പിലുള്ള ഡയമണ്ട് ഡോവ്, വേറെ ഡോവ്സ്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് ആ കോക്കറ്റോ. അതിൻ്റെ ഫീഡറിൽ നിന്ന് ഫീഡ് എടുക്കും. അപ്പോൾ എന്തെങ്കിലും താഴെ ചാടുവാണെങ്കിൽ ആ ഡയമണ്ട് ഡോവും ബാക്കിയുള്ള കിളികൾ അതിൻ്റെ താഴെ വന്ന് കൊത്തി തിന്നാനായിട്ട് അവരതിൻ്റെ താഴത്തോടെ നടക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കോക്കറ്റ നമ്മളെ നോക്കിയിട്ട് നിങ്ങൾ തിരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഓസ്ട്രേലിയ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ സാധനം ടൈം ആവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇണക്കമുള്ളൊരു കിളിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളുടെ നാടിനെ മിസ് ചെയ്യുന്നവർക്കുള്ള നാടൻ കോഴിയും പൂവൻ കോഴിയും, അതായത് 7 കളറുള്ള പൂവൻ കോഴിയും നാടൻ കോഴികൾ, അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ തലശ്ശേരി കോഴി എന്നൊക്കെ പറയുന്നത്, തലശ്ശേരി, പാലക്കാടൻ, ആ ഒരു മോഡൽ നാടൻ കുഞ്ഞു കോഴികൾ എല്ലാം അതിലെ കൂടെ ഉണ്ട്. അവരെല്ലാം നമ്മളെ കണ്ടപ്പോഴത്തേക്കും, നമ്മുടെ മലയാളം കേട്ടപ്പോഴത്തേക്കും നമ്മളെ നോക്കിക്കുകയാണെന്നുള്ളത് നമുക്കൊരു ഡൗട്ട്. ഇവർ അടിപൊളിയാണ് കേട്ടോ. ഇവരും ആൾക്കാർ ആക്റ്റീവാണ്. നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിലോട്ടെല്ലാം വരുന്നുണ്ട്. ഇവിടുത്തെ ബേഡ്സുകളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ വരും, എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാനായിട്ട്. പക്ഷേ ബേഡ്സിനൊന്നും കൊടുക്കാനുള്ള ഫീഡൊന്നും നമ്മളുടെ കയ്യിലില്ല. അവർ ഫ്രൂട്ട്സും വെജിറ്റബിളും അവർ തന്നെയാണ് അകത്ത് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇവർ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിലോട്ട് വരാറുമുണ്ട്, സൗണ്ടും കേൾപ്പിക്കാറുണ്ട്. ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞല്ലോ, ഇപ്പം വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ കൂടെയുള്ള പിള്ളേർ എല്ലാം ഇംഗ്ലീഷിൽ ഭയങ്കര ബഹളവും കാർച്ചയും വഴക്കും ഇതുങ്ങളെ കാണുമ്പോൾ ഒച്ചയെല്ലാം വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറായിട്ട് കേൾപ്പിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയുള്ളത് ഈ കാണുന്ന പോലെ ഗോൾഡ് ആൻഡ് ബ്ലൂ, അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിലോട്ടാണ്. പക്ഷേ അവരത്ര ഹെൽത്തി ആയിട്ട് തോന്നിയില്ല. ഇനി മോൾഡിങ് സ്റ്റേജ് വല്ലതും ആണോ എന്നുള്ളത് എനിക്കതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം അവരുടെ ഫെദറെല്ലാം പോയി, അവരൊരുമാതിരി ഇച്ചിരി വീക്കായിട്ട് അത്ര ആക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ മോൾഡിങ് സ്റ്റേജ് ആണോ, ഫെദർ പോയിട്ട് വരുന്ന സീസൺ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അടുത്തത് ഗോൾഡൻ ഫെസൻ്റാണ്. അതെല്ലാം അവിടെയുണ്ട്, പക്ഷേ അതെല്ലാം ഉള്ളിലോട്ട് മാറിയാണ് നിൽക്കുന്നത്. വീണ്ടും നമ്മൾ ലോറിക്കുറിച്ചിൻ്റെ സൈഡിലോട്ട് വന്നു. ഇവരെല്ലാം ആക്റ്റീവാണ്. ഇതുപോലെ തൂങ്ങിക്കിടക്കുക, റോപ്പിലൂടെ കിടന്ന് കളിക്കുക, നമ്മുടെ സർക്കസിലൊക്കെ പണ്ട് കാണിച്ചിരുന്ന പോലെയാണ്. എല്ലാ ആക്ടിവിറ്റി അവരവിടെ നിന്ന് കാണിക്കുന്നുണ്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ബ്ലാക്ക് ഹെഡ് കോക്കറ്റോസ്. അതിൻ്റെ ഒരു ട്രെയിനറുണ്ട്. ട്രെയിനർ നമ്മളോട് പറഞ്ഞു അവൻ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ട്രെയിൻഡാണ്, അതുപോലെ ടൈംഡാണ്. അവർ പറയുന്നത് റെസ്പോണ്ട് ചെയ്യും. അവർ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് നിൽക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ അവരതിനെ ട്രെയിനിങ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ആശാൻ ഭയങ്കര ബുദ്ധിശാലി കേട്ടോ. അവർ പറയുന്നതെല്ലാം കേൾക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ് കൊടുത്തില്ലെങ്കിൽ അവനത് അനുസരിക്കുകയില്ല. ട്രീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും കേൾക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഓരോരോ ആക്ടിവിറ്റികൾ കാണിക്കുകയും അവർ പറയുന്നതനുസരിച്ച് അവൻ ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി ട്രീറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം.
ഇവൻ നമ്മുടെ ഒരു ഹസ്കി കുട്ടനാണെന്ന് എനിക്ക് തോന്നണം. പക്ഷേ ആൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ആ വെയിലത്ത് വന്ന് കിടന്ന് ഉറക്കമാണ്. ഡസ്കി ലോറികളാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും ഫീഡിങ് ടൈമാണ്. അവർ ഓരോരുത്തർ അവരുടെ കൂടുകളിലുണ്ട്. എല്ലാവർക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരും ഫീഡിങ്ങിലാണ്. നമ്മൾ വരുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഫീഡ് എടുത്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന് ഇവർ തന്നെ മെൻഷൻ ചെയ്തേക്കുന്ന കാങ്കരു ഐലൻഡ് എന്നാണ്. അപ്പോൾ അതുപോലെ കാങ്കരൂസിൻ്റെ പല കളറിലും പല ടൈപ്പിലും പല ഷേപ്പിലും പല പ്രായത്തിലുള്ള കാങ്കരൂസ് ഇതിലെ കൂടെ ഫീഡ് ചെയ്യുന്നതും നടക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതും ഓടുന്നതും ചാടുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് വന്നിരിപ്പുണ്ട് 2 കോക്കട്ടോസ്. ഇതേ മേളിലും താഴെയായിട്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കി അവരെ കാണാനായിട്ട്. ഇവിടെ ആളുകളിൽ നിന്ന് ഈ ഫീഡ് വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റ് പുറത്തും നമ്മുടെ ലോക്കലായിട്ട് നമ്മൾ കാണുന്ന കോക്കട്ടോസിനേക്കാൾ ഇവർക്ക് സൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു ഡക്കിനെയും ആ കോക്കട്ടോസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അത് തീരെ ഒരു കുഞ്ഞു ഡക്കൊന്നുമില്ല, അത്യാവശ്യം സൈസുള്ള ഡക്ക് തന്നെയാണ്. ഇവിടെയും ഇരിപ്പുണ്ട് 2 കാങ്കരൂസ്. ഈ സാധാരണ നമ്മൾ കാണുമ്പോൾ ഇവർ ആൾക്കാരെ കണ്ടാൽ നമ്മളിൽ നിന്ന് ഓടും. പക്ഷേ ഇവിടെ സൂവിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നും ആൾക്കാരെ കാണുന്നതുകൊണ്ടും എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇവർ നമ്മുടെ അടുത്തോട്ട് വരികയും അതുപോലെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവർ അവിടെ നിന്ന് ഓടുകയൊന്നുമില്ല. അടുത്തത് 2 യമണ്ടൻ റൈനോസ് ഉണ്ട്. ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലും ആണെന്ന് എനിക്ക് തോന്നുന്നത്. 2 പേരെയും 2 കൂട്ടിലാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇവിടുന്ന് 2 പേരും ഒരേ സ്ഥലത്തോട്ട് പോകുന്നത് കാണാം. മെയിൽ റൈനോ പോയ അങ്ങോട്ട് തന്നെ അപ്പുറത്തെ കൂട്ടിൽ നിന്ന് ഫീമെയിൽ റൈനോ അതിൻ്റെ പുറകെ അങ്ങോട്ട് തന്നെ പോകുന്നത് കാണാം. അവൻ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ടോ? അതിൻ്റെ പുറകെ അവളും അവിടെ വരുന്നുണ്ട്. അവളും അവിടെ വന്നിട്ട് അവനോട് എന്തോ പരാതി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നത് പോലെ. പാവമുണ്ടല്ലേ, മനുഷ്യരാണെങ്കിലും നമ്മളെ പോലെയാണ് എന്ന് തോന്നുന്നു. ഇല്ലേ, ഇവിടെ നിൽക്കുന്ന ഓസ്ട്രിച്ചാണ് കേട്ടോ. ഇതിനെ ഫീഡ് കൊടുക്കാൻ നമ്മൾ ഫീഡ് കൊടുത്തു, പക്ഷേ അത് വീഡിയോ എടുത്തത് കിട്ടിയില്ല. അത് ഫീഡ് കൊടുക്കുന്ന ഇച്ചിരി ടെററാണ്. അവൻ കയ്യാൽ വന്ന് കൊത്തിപ്പറിക്കും. ഈ 3 നിൽക്കുന്ന സാധനങ്ങൾ യമണ്ടന്മാർ. അവരുടെ കൊമ്പ് കണ്ടോ? അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇച്ചിരി അഗ്രസീവ് മോഡിലാണ്. അവർ മറ്റവരെ 2 പേരെ കൊമ്പ് വെച്ച് ഇടിക്കുകയും തകർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങോട്ട് അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവനാൾ ഓക്കെ ആയി. അവനടുത്ത് വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ വരുന്നുണ്ട്. മറ്റവർ മാറിപ്പോകുന്നുണ്ട്. മുമ്പേ അഗ്രസീവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് ചെന്ന് അതിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടതാണ്. അതുപോലെ തന്നെ ഏകദേശം 100-125 വെറൈറ്റി ജീവികളുണ്ട് ഇവിടെ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റ് സൂവിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ബാഡ് ഓഡറെല്ലാം. ഇവിടെ എന്നാൽ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണോ നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണോ അതേ ക്ലീൻനെസ് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മൾക്ക് അങ്ങനെ ഒരു ഫൗളോ അല്ല ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഫൗൾ ഓർഡറോ ഒന്നും നമുക്ക് ഒരിടത്തും സ്മെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ എല്ലാം തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നേക്കുന്നത്. ഇതാണ് ഓസ്ട്രേലിയയിലെ പന്നിക്കുട്ടൻ. അവനെ ഫീഡ് ചെയ്യുന്ന ഇല്ലീഗലാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ആടുകളുടെ ഒരു താവളമാണ്. ഇത് കുഞ്ഞാടുകളെല്ലാമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിയുമ്പം കുറേ പെണ്ണാടുകൾ നിൽക്കുന്നത് കാണാം. അവിടെ ഒരു പെണ്ണാടിനെ ട്യൂൺ ചെയ്യാനായിട്ട് ഒരുത്തവൻ അപ്പുറം വന്ന് സൈഡിൽ നിൽക്കുന്നതാണ്. ഇവളെ ട്യൂൺ ചെയ്യാനായിട്ട് ഇവളും വേറെ ഒരുത്തിയും കൂടെ ഉണ്ടാകും. ഇവർ 2 പേരെ ട്യൂൺ ചെയ്യാനായിട്ട് ആശാൻ അവിടെ വന്നിപ്പുണ്ട്.
ആശാൻ ഇച്ചിരി ടെറർ മൂഡിലാണ്. അപ്പുറം അവൻ്റെ കമ്പനിക്കാർ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആശാൻ ഇച്ചിരി അഗ്രസീവാണ്. ആരുടെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതെന്നുള്ള രീതിയിൽ നോട്ടവും പരിപാടികളൊക്കെയാണ് ആശാൻ. ജിറാഫിനൊന്ന് ഫീഡ് ചെയ്യരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വരുന്നവരെല്ലാവരും ഇതുപോലെ പിള്ളേരെ എടുത്തുകൊണ്ട് പച്ച ഇലകളും യൂക്കാലിപ്റ്റസിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് അവരെ ഫീഡ് ചെയ്യുന്നുണ്ട്. അവരതുപോലെ തന്നെ കഴുത്ത് നീട്ടിക്കൊണ്ട് വന്ന് അവർ ഫീഡെല്ലാം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ജിറാഫുകൾ. അത് വളരെ ഒരു അടിപൊളി ഒരു സൈറ്റായിട്ടോ. അതുപോലെ തന്നെ ഇത്രയും ഹൈറ്റുള്ളവരെങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് തോന്നുന്നു. അതിൽ നിന്ന് ഒരുത്തവൻ അവൻ വന്ന് കാലൊക്കെ ഫ്രണ്ടിലേത് വളച്ച് വളരെ ശോചനീയമായിട്ട് നിന്നുകൊണ്ട് അവൻ വെള്ളം കുടിക്കുന്നത് കാണിച്ചു തന്നു. അതുപോലെ ഇത് റയറായിട്ടുള്ളൊരു സംഭവമാണ്. മുസ്റ്റാച്ച് ബിയേർഡ് മങ്കി, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതായത് മീശയുള്ള ഒരു കുരങ്ങനാണ്. അവൻ മീശ കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് കാണിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജസ്റ്റ് കാണിച്ചിട്ട് ഓടിക്കൂട്ടി കയറുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവൻ്റെ മീശ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അവർ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് വിഷമം വരും. ഞങ്ങൾ പോയിട്ട് രണ്ടാമത് കണ്ടപ്പോൾ വേറെ ഒരുത്തവൻ വീണ്ടും വന്ന് വെള്ളം കുടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്ത കൂട്ടിൽ കിടക്കുന്നതാണ് നമ്മളുടെ കോബർ കഴുത അല്ലെങ്കിൽ ഡോങ്കിയും അതുപോലെ തന്നെ പൂണിക്കുതിരയും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് അടിച്ചു പൊളിക്കാനായിട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഒരു കൗണ്ടറുണ്ട്. അവിടെ കുറേ ടോയ്സും അതും ഇതും ഫുഡ് ഐറ്റംസും സ്നാക്സും എല്ലാമായിട്ട് പിള്ളേർ വാശി വെക്കുന്നുണ്ട്. എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത കുറേ പിക്ചേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്കതും താല്പര്യമുണ്ടെങ്കിൽ കാണാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലേറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്, അല്ലെങ്കിൽ ഇതിലേറ്റവും ആദ്യമായിട്ട് നിങ്ങൾ കണ്ട മൃഗം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ടാസ്മാനിയൻ ഡെവിൾ എന്ന് പറഞ്ഞ ഒരു മൃഗത്തിനെ. അങ്ങനെ ഏതെല്ലാം മൃഗത്തിനെ ആദ്യമായിട്ട് കണ്ടവരുണ്ടോ, അതുപോലെ എവിടെ ഇരുന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നും കൂടി നിങ്ങൾക്ക് കമൻറ്റിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാവുന്നതാണ്. See you with another video. Thanks for watching.